ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ ചലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, മക്കൾ അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് കുഞ്ഞൊരു ടാസ്ക് കൊടുക്കാൻ പോവുകയാണ്. ഈ സാച്ചുട്ടനെ കണ്ടല്ലോ, വണ്ടി വരുന്നവരെ ഇവിടെ കിടന്ന് അലമ്പാക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു ടാസ്ക്, ഒരു 10 മിനിറ്റിൻ്റെ കേട്ടോ. വണ്ടി വരുന്നവരെ 100 മിനിറ്റ്. അപ്പോൾ അമ്പാടി പറഞ്ഞ പോലെ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ചലഞ്ച് വീഡിയോ ആയിട്ടൊക്കെ കാണാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. അവർക്കൊരു ചെറിയൊരു ടാസ്ക് കൊടുക്കാന്നുള്ള രീതിയിൽ, കാരണം വണ്ടി ഇന്ന് നേരത്തെ അവർ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വരുന്നവരെ അവർക്ക് ഭയങ്കര ബോറടി. അപ്പോൾ ഞാൻ ചെറിയൊരു ടാസ്ക് കൊടുത്തത് കേട്ടോ. എല്ലാവരും നമ്മുടെ സോഫയിൽ അടക്കിയിരുത്തി. അപ്പോൾ അവരുടെ ഇത് വെറുതെ പില്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലിരിക്കണം. അപ്പോൾ ഞാൻ ചിത്രം നോക്കിയിരുന്നാൽ മതി. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഞാനൊരു കഥ വായിച്ചത്, അത് എന്ത് കേട്ടോ? ഇഷ്യൂ വായിച്ചോ. വികൃതി കൂടാൻ പാടില്ല. ഇതിലിപ്പോൾ നേരാവണ്ണം വായിക്കാൻ കഴിയുന്ന കിച്ചുന് മാത്രമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോ ബുക്ക് എടുത്ത സമയത്ത് അമ്പാടിക്കും സച്ചുനും ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർക്കും ബുക്ക് കൊടുത്തു. അപ്പം അമ്പാടി ബുക്കിൽ നോക്കിയിട്ട് പറയുന്നത് വികൃതി കൂടാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ കിച്ചു അത് ബുക്ക് വായിക്കുന്നുണ്ട്. നിമ്മിയുടെ അവധിക്കാലം എന്ന് പറഞ്ഞിട്ട് ബുക്ക് വായിക്കുന്നുണ്ട്. സച്ചുട്ടൻ്റെ കയ്യിൽ ഇഷ്ടത്തിൽ പൂച്ചയുണ്ട്. അമ്പാടിൻ്റെ കയ്യിൽ ഇപ്പോൾ ഏതായിരുന്നു ബുക്ക്? വേനലവധി കഴിഞ്ഞ് അങ്ങനെ ഒരു ബുക്കുണ്ട്. എൻ്റെ കയ്യിൽ രുദ്രതാരകം എന്ന് പറഞ്ഞൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വായിക്കണേ. സച്ചുട്ടൻ ബുക്ക് തുറന്ന് വച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അവൻ നന്നായിട്ട് വായിക്കണം. പക്ഷെ അല്ല കേട്ടോ, അവൻ പാട്ട് പാടണം. അവനോ ഏതോ സിനിമാ പാട്ടും കാര്യങ്ങളും പാടിക്കൊണ്ടിരിക്കണേ. കിച്ചു വായിക്കുന്നുണ്ട്. അമ്പാടി പിന്നെ ഓരോ ഏടും വിരൽ വെച്ചിട്ട് വികൃതി കൂടരുത്, നല്ല കുട്ടിയാവണം, സ്കൂളിൽ നിന്ന് കരയരുത്, അങ്ങനെ അവനോട് ഞാൻ എന്തൊക്കെ രാവിലെ ഉപദേശിച്ചോ അത് അവന് റിപ്പീറ്റ് ചെയ്ത് ബുക്കിൽ നോക്കി പറയുകയാണ്. അപ്പം ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ള ബുക്കിലെ കഥകൾ വായിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തെ നയിക്കുന്നത് യാത്രകളുടെ ലക്ഷ്യത്തെ സംബന്ധിക്കുന്ന തന്റെ കാഴ്ചപ്പാട് ഈ കൃതിയിലെ മുത്തച്ഛന്റെ വാക്കുകളിലൂടെ ഗ്രന്ഥാകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയെ പറ്റി നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. സാച്ചുട്ട ഫുള്ള് കോമഡി ആയിട്ട് ഞങ്ങൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ അവന് പാട്ട് പാടിയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നു മുത്തപ്പ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പാട്ട് പാടുന്നത്. അങ്ങനെ അവർക്ക് എൻ്റെ കയ്യിലുള്ള ബുക്ക് കാര്യങ്ങളൊക്കെ വായിച്ചു കൊടുത്തു. കിച്ച് കുറച്ച് നേരം വായിച്ചു. അപ്പോഴേക്കും നമ്മുടെ സ്കൂൾ വണ്ടിയൊക്കെ വരാൻ സമയമായി കേട്ടോ. അപ്പോൾ വണ്ടി വന്നപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ടാസ്ക് അവരെ ഏൽപ്പിച്ചു. അപ്പോൾ നല്ല കുട്ടികളായിട്ട് അടങ്ങിയിരിക്കാനുള്ളൊരു വഴിയും കൂടി ആയിരുന്നു കേട്ടത്. അങ്ങനെ സച്ചുട്ടൻ എഴുന്നേറ്റ് പോയപ്പോൾ ഞങ്ങൾ ടാസ്കിൽ സച്ചുട്ടൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ വേഗം വന്നിരുന്നു. അത് പറഞ്ഞപ്പോൾ അവൻ വേഗം പിന്നെയും വന്നിരുന്നു. അപ്പോൾ പിന്നെ അവനെ ടാസ്കിൽ കൂട്ടേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വായിച്ചു. പിന്നെ അവരുടെ വണ്ടി വന്ന് 3 പേര് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നോക്കിയിട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്തിയിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാം വായിച്ച് അവർ പിന്നെ പാട്ടിലേക്ക് എത്തിയിട്ട് അപ്പോൾ ആ പാട്ടും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീണ്ടും കാണാം. ബൈ.